വരച്ചു വരച്ച് വാനോളം വളരാം എന്ന സന്ദേശവുമായി കുട്ടിക്കുരുന്നുകളുടെ ചിത്ര പ്രദർശനത്തിന് തുടക്കമായി. ആലപ്പുഴ നഗരചത്രത്തിലെ ലളിതകലാ അക്കാദമി ഹാളിൽ ആരംഭിച്ച ചിത്ര പ്രദർശനം പ്രവാസി വ്യവസായിയും സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തകനുമായ റോയി പി തിയോച്ചൻ ഉദ്ഘാടനം ചെയ്തു. വർണ്ണങ്ങൾ കൊണ്ട് വിസ്മയം തീർക്കുന്നതും ജീവൻ തുടിക്കുന്നതുമായ ചിത്രങ്ങളുടെ പ്രദർശനമൊരുക്കി ശ്രദ്ധ നേടുകയാണ് ആലപ്പുഴ നഗരചത്രത്തിലെ ലളിതകലാ അക്കാദമി ഹാളിൽ ഒരുക്കിയിരിക്കുന്ന കുട്ടിക്കുരുന്നുകളുടെ ചിത്ര പ്രദർശനം. നഗരത്തിലെ വിവിധ സ്കൂളുകളിലെ 27ഓളം കുട്ടികളുടെ ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളാണ് പ്രദർശനത്തിന്റെ മാറ്റുകൂട്ടുന്നത്. വരച്ച് വരച്ച് നമുക്ക് വാനോളം വളരാമെന്ന സന്ദേശമുയർത്തി 5 ചിത്രകലാ അധ്യാപകരുടെ കൂട്ടായ്മയായ ടീം ബ്ലെസ്ഡിന്റെ നേതൃത്വത്തിലാണ് തങ്ങളുടെ കീഴിൽ ചിത്രകല അഭ്യസിക്കുന്ന കുട്ടിക്കുരുന്നുകളുടെ വരച്ച ചിത്രങ്ങൾ ചേർത്ത് വെച്ച് വേറിട്ട പ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. തിയോച്ചൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാനും പ്രവാസി വ്യവസായിയും സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച റോയി പി തിയോച്ചൻ കുഞ്ഞുമഴവില്ല് 2026 എന്ന് പേരിട്ട ചിത്ര പ്രദർശനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ മക്കളെ നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തി പഠിപ്പിച്ചു വലിയ നിലയിലാക്കിയിട്ട് ആ രാജ്യത്തിന് ഫ്രീ ആയിട്ട് കൊടുക്കും. നമ്മുടെ രാജ്യത്ത് വന്ന് പ്രായമായിട്ടുള്ളവരുടെ ഒരു സംഖ്യ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക. കഴിവും പ്രാപ്തിയുള്ള മക്കളെയൊക്കെ നമ്മൾ പഠിപ്പിച്ച് വലുതാക്കി മറ്റുള്ള രാജ്യത്തിന് കൊടുക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ തലച്ചോറൊക്കെ കഴിവുള്ളവർ അവരവിടെ ഉപയോഗിക്കുന്നു. അത് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. ഞാനും അതിനകത്തൊരു ഇരയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ലോകത്ത് നമ്മുടെ രാജ്യത്തിലേക്ക് തിരിച്ചു വരേണ്ടിയിരിക്കുന്നു. നമ്മൾ ഓരോ ആൾക്കാർ നമ്മൾക്കില്ലാത്തതൊന്നും ഈ ലോകത്തില്ല, നമ്മൾക്ക് പറ്റാത്തതൊന്നും ലോകത്തില്ല. ഇതിനകത്തെല്ലാം നമ്മൾ അടിസ്ഥാനപരമായിട്ട് മാറ്റങ്ങൾ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ നമ്മൾ ഇതിൽ നിന്നും ഒരു പുനർജന്മത്തിലേക്ക് വരത്തുള്ളൂ, പുനർജീവിതം. ഇന്ന് ജാതിയുടെയും മതത്തിന്റെ രാഷ്ട്രീയത്തിന്റെയൊക്കെ അതിർവരമ്പിൽ ഭേദിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിന് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ചിത്രകല അധ്യാപിക MD സീന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കേരള ചിത്രകലാ പരിഷത്ത് സംസ്ഥാന രക്ഷാധികാരിയും ചിത്രകലാ അധ്യാപകനുമായ ആർട്ടിസ്റ്റ് ആർ പാർത്ഥസാരഥി വർമ്മ, നെടുമുടി ആയുർവേദ മെഡിക്കൽ ഓഫീസറും ആർട്ടിസ്റ്റുമായ ഡോക്ടർ C ധന്യ, ചിത്രകലാ അധ്യാപകരായ VS ദിവ്യ, U ലക്ഷ്മി, സ്മിത ജോസഫ്, ബിജു തമ്പകച്ചുവട് എന്നിവർ സംസാരിച്ചു. LKG മുതൽ +1 വരെയുള്ള കുട്ടികൾ തീർക്കുന്ന വർണ്ണങ്ങൾ കൊണ്ട് തീർത്ത വിസ്മയലോകം ഈ മാസം 26-നാണ് അവസാനിക്കുന്നത്. ചിത്രപ്രദർശനത്തിലേക്കുള്ള പ്രവേശനം തീർത്തും സൗജന്യമാണെന്നും സംഘാടകർ പറഞ്ഞു. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ.